വഴിയെല്ലാം നല്ല കുത്തിറക്കം പിടിച്ച വഴികളാണ്. ഏത് വഴി പോയാലും ഒന്നീ വലിയ ഇറക്കം അല്ലെങ്കിൽ വലിയ കയറ്റം, ഇത് രണ്ടുമായിരിക്കും. നമുക്കെല്ലാ ദിവസവും വളരെ മോശം വഴി തന്നെ. ഇങ്ങനെയാണ് അന്നപൂർണ സർക്യൂട്ട് ട്രെക്കിങ്ങിൻ്റെ റൂട്ട്. വളരെ മോശമാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ നല്ലതെന്ന് പറയാൻ. വന്ന വഴിയിലൊക്കെ നേരത്തെ പഴയ റൂട്ടൊക്കെ കാണണം, പേടിച്ചു പോവും. ആ കണക്കിന് ഡേഞ്ചറസ് റൂട്ടായിരുന്നു. നമ്മൾ ആ മലയുടെ താഴെ ആ മലയുടെ മുകളിൽ നിന്ന് നടന്ന് ഇതാ ഇവിടെ ഒരു തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തി. അപ്പുറത്തൊരു ഹോട്ടലൊക്കെ ഉണ്ട്. നമുക്കിനി അതിലേ മുകളിലോട്ട് അതിലേ അങ്ങനെ പോകണം. അങ്ങനെ വീണ്ടും ഒരു തൂക്കുപാലം എത്തി. അപ്പോൾ ഈ പാലം കയറി നമുക്കപ്പുറത്ത് പോവാം. അവിടെയൊക്കെ അന്നപൂർണ 2ഉം 3ഉം ഒക്കെയാണ് അതാ കാണുന്നത്. നമുക്ക് നേരെ തൂക്കുപാലം കയറാം. പഴയ തൂക്കുപാലം അവിടെ കാണാം. തടിയിലുള്ള പഴയ തൂക്കുപാലം അവിടെ കാണാം. ഇത് പുതിയ ഇരുമ്പ് തൂക്കുപാലം. പണ്ട് ആൾക്കാരെ പൊയ്ക്കൊണ്ടിരുന്ന തടിയിലുള്ള തൂക്കുപാലം അവിടെ കാണാം. അവിടെ എല്ലാം മഞ്ഞുമലയാണ്. താഴോട്ട് നോക്കാതെ നടന്നാൽ മതി. ഇവിടെ വലിയ കാറ്റൊന്നുമില്ല, ചെറിയ കാറ്റൊക്കെ ഉള്ളൂ. കണ്ടോ, അവിടെ പഴയ തൂക്കുപാലം തടി കൊണ്ടുള്ളതാണ്. എല്ലാം പൊളിഞ്ഞു പോയി. നിറയെ പൂക്കളൊക്കെ ഉള്ള ഒരു ഹോട്ടൽ. മല ഇറങ്ങി വേണമൊരിക്കൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ട് പോകാൻ വേണ്ടി. ഇപ്പം മണി 1 ഫുഡ് കഴിക്കുന്നവർക്കെല്ലാം ഇതിലേ വേണവർക്ക് കഴിക്കാൻ ഈ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. പിന്നെ വീണ്ടും മല കയറണം. വീണ്ടും മല കയറി ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടെ നടന്നാലേ അടുത്തുണ്ടാവുള്ളൂ ഹോട്ടൽ കഴിക്കാൻ.
അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം യാക് കർഖ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്താറായി. ഗ്രാമം കാണാം, ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് താഴെ കാണുന്ന ഗ്രാമമാണ്. ഇപ്പോൾ രാവിലെ 8 മണി മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ മണി 4 മണിയായി. ഇന്നിവിടെയാണ് സ്റ്റേ. ഇന്നത്തെ സ്റ്റേ നമ്മൾ ഇവിടെയാണ്. അത് എത്തണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഇതെല്ലാം കടന്ന് അങ്ങ് പോകണം. അങ്ങനെ എന്തായാലും ഒരു 4:30-5 മണിക്കകത്ത് അവിടെ എത്തും. നമ്മൾ കയറി വരുമ്പോഴേ ഇവിടെ നിന്ന് ഹോട്ടലുകൾ കണ്ടു തുടങ്ങും. രണ്ട് സൈഡും ഹോട്ടലുകളുണ്ട്. ഇതും ഇവിടെയും 2 ഹോട്ടലുണ്ട്. നമുക്ക് താഴെ പോവാം, അതാ നല്ലത്. കുറച്ച് ദൂരമുണ്ട്. ഇനി ഒരു മല ഇവിടെ നിന്നൊരു കറക്കം കറങ്ങി അങ്ങെത്തണം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലും ഹോട്ടലുകൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ മുകളിൽ പോയാൽ കുറച്ച് നടന്നാൽ മതി. താളെ തൊണ്ട വേണം വന്നു തുടങ്ങി. അങ്ങനെ യാക് കർഖയിൽ നമ്മളെത്തി. അയ്യോ, ഇവിടെ നിന്ന് നേരെ അകത്തോട്ടാണ് പോകുള്ളത്. ഇവിടെ നിന്ന് കയറുമ്പോഴേ ഹോട്ടലുകൾ കാണാം. വഴി മാറിക്കറിയോ താഴെ കൂടെ. അപ്പോൾ താഴെ കൂടെ ഒന്നും പോകാമല്ലോ, ഞാൻ നേരെ മുകളിൽ കൂടെ കയറി. കുറച്ച് വഴി മാറി കയറി താഴെ കൂടെയാണ് പോവേണ്ടത്. മുകളിൽ കൂടെ ആയിപ്പോയി വന്നത്. നമുക്കിവിടെ നിൽക്കണ്ട, കുറച്ചുകൂടെ പോവാം. നാല് 40 ഉള്ളൂ. ഒരു 5:30 വരെയൊക്കെ നടക്കാം.
ഇവിടെ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. കോളിഫ്ലവറൊക്കെ, ക്യാബേജൊക്കെ ഭയങ്കര വലുപ്പത്തിന് ഇരിക്കുന്നത്. രണ്ട് സൈഡും നിറയെ ഹോട്ടലുകൾ. എല്ലാവരും നേരത്തെ എത്തി തുണിയൊക്കെ നനച്ച് ഉണങ്ങായിട്ടിരിക്കുക. ഞാൻ എന്തായാലും മുകളിലോട്ട് പോകണം. കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നിൽക്കാം. എല്ലാവരും ഇവിടെ എന്നാൽ ശരിയാവില്ല. കുറച്ചുകൂടെ ആൾക്കാർ മുകളിലോട്ടുള്ളവരും ഹോട്ടലുകാർക്ക് പൈസ വേണ്ടേ. നമസ്തേ. ഇവിടെ ഒരു തടിയൻ പട്ടി കയറി ഇരിക്കുക. മതി മതി. നല്ല കരിമ്പുലി പോലെ ഉണ്ട് എന്നെ കാണാൻ. ചുമ്മാ അല്ല, അവിടെ ഒരു പട്ടിയെ കണ്ടിട്ട് കുരയ്ക്കുക. ഇതൊക്കെ കട അടച്ചു പോയി. ഇവിടുത്തെ പട്ടികളാരെയും കഴിക്കൂലെന്ന് തോന്നണം. അയ്യോ, ഇവിടെ തട്ടിപ്പോണ യാക്കിൻ്റെ കൊമ്പൊക്കെ എടുത്ത് ഇവിടെ തന്നെ വെച്ചിരിക്കും. പടമൊക്കെ വരഞ്ഞ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് കിടക്കാം. ഇവിടെ കുറേ പട്ടികളെല്ലാം കൂടെ വന്ന് ഒരു തടിയൻ പട്ടി. നമുക്ക് ഇതാണ് വഴി. കണ്ടാൽ പേടിച്ചു പോകും. ഇതിൻ്റെയൊക്കെ മുഖങ്ങൾ ആ കണക്കിലാണ്. അമ്മോ, ഒന്നിതാ നിൽക്കിന്. അടുത്ത വന്ന്, അടുത്തതും വന്ന്. എല്ലാവരും കൂടെ വളഞ്ഞിട്ട് കടിക്കുമെന്ന് അറിഞ്ഞൂടാ. എല്ലാവരും ഇവിടുതാ വന്ന്. എന്താവുമെന്ന് കണ്ടറിയണം. ഇതാ തടിയും
അങ്ങനെ പട്ടികളുടെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുറച്ച് മുകളിലോട്ട് കയറി. ഇവിടെയും ഹോട്ടലുണ്ട്. ഇതാണ് വഴി. നമുക്കിതിലേ പോവാം. നമ്മൾ നടന്ന് യാർ കർക്കയുടെ മുകളിൽ ആയി. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ചുകൂടെ നടന്നാൽ അങ്ങോട്ട് ഹോട്ടലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കാം. എന്തായാലും 6 മണി വരെ നടക്കാം. പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് മുകളിൽ കയറി. കുറച്ചുകൂടെ സമയം ഇപ്പോൾ 5:40 അപ്പോൾ ആ ഗ്രാമത്തിൽ പോയി താമസിക്കാം. നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് നടന്നു വന്നു. ഒരു തൂക്കുപാലമുണ്ട്. അവിടെ എത്താൻ ഒരു 5 മിനിറ്റ് എടുക്കും. ആ തൂക്കുപാലം കഴിഞ്ഞ് അവിടെ കുറച്ച് ഹോട്ടലുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി യാക്ക് കർക്കയെന്ന് കുറച്ചുകൂടെ 1 മണിക്കൂർ കൂടെ മുകളിലോട്ട്. ആ ഗ്രാമത്തിൻ്റെ പേരറിഞ്ഞൂടാ. ചിലപ്പോൾ ഇതെല്ലാം ഒരേ ഇതായിരിക്കും, പേരായിരിക്കും. അയ്യോ, നമുക്കൊരു തൂക്കുപാലം കൂടെ കഴിഞ്ഞാൽ അവിടേക്ക് ഇനി ആൾ താമസം ഉണ്ടോയെന്നാണ് അറിയേണ്ടത്. ഇല്ലെങ്കിൽ തിരിച്ചടക്കേണ്ടി വരും. അയ്യോ, അങ്ങനെ തൂക്കുപാലം കയറാറായി. ഈ പാലം കൂടെ കടന്ന ആ ഗ്രാമത്തിലെത്തും. നോക്കാം. ഇവിടെ നിന്നും കയറുമ്പോഴേ സ്ക്രൂ ഒന്നും കാണാനില്ല. പതിയെ നടക്കാം. നല്ല പുഴയുടെ സൗണ്ട്. നല്ല കോട ഇറങ്ങി. ഈ സമയം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പാലത്തിൽ വരുമ്പോൾ താഴോട്ട് നോക്കല്ലേ എന്ന് വിചാരിച്ചാൽ എപ്പോഴും അറിയാതെ നോക്കിപ്പോവും. കിടന്ന് ലാത്തനുണ്ട്. പതിയെ കാല് വെച്ച് പോയാലും കിടന്ന് ലാത്തും. എന്തായാലും അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ വല്ലച്ചാതിയും പാലം കയറി. क्या नाम? लेदार।
അങ്ങനെ നടന്ന് ലെതർ എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കർക്ക കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് 1 മണിക്കൂർ നടക്കുമ്പോൾ യാക്കാർ എന്ന് പറയുന്ന ഗ്രാമം, കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രാമം. റൂം കിതർ? ആ ഓക്കെ. ആ ആ അങ്ങനെ ഡൗൺ അവർ ഇങ്ങനെ മുകളിൽ വേണമെന്ന്. ഇവിടെ നിന്ന് കയറി നടന്ന് വന്ന് തന്നെ ഓക്കെ. അപ്പോൾ എല്ലാം കൊണ്ട് റൂമിൽ ഇറക്കി വെച്ചിട്ട് ചിലപ്പോൾ ഇനി നാളെ ആയിരിക്കും, ഇല്ലെങ്കിൽ നോക്കാം വീഡിയോ.